വിദ്യാഭ്യാസ രംഗത്തെ അരക്ഷിതാവസ്ഥ ആരാണ് പ്രതിയെന്ന തലക്കെട്ടിൽ കാര്യവും കാരണവും വിവരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ യഥാർത്ഥ പ്രതിയായി ചൂണ്ടിക്കാട്ടുകയാണ് കത്തോലിക്ക സഭ. കഴിഞ്ഞ 3 വർഷമായി ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ടോ, ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ജോലി എന്ത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സഭ ഉയർത്തുന്നത്. അശ്ലീലവും കമ്മ്യൂണിസ്റ്റ് ആശയവും പാഠപുസ്തകത്തിൽ തിരികെ കയറ്റി ക്രൈസ്തവ സഭാ വിശ്വാസികളെ അവഹേളിക്കാൻ ബേബി നേതൃത്വം നൽകി. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ വിശ്വാസികളെയും സഭാ നേതൃത്വത്തെയും തമ്മിത്തല്ലിക്കാനാണ് ബേബി കഴിഞ്ഞ 3 വർഷം ശ്രമിച്ചത്. ഈ കാലയളവിൽ പാഠപുസ്തകങ്ങളെ തെരുവിലെ തെറിപ്പുസ്തകമാക്കി ബേബി മാറ്റി. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടുകളായി നിസ്തുല സേവനമനുഷ്ഠിക്കുന്ന കത്തോലിക്ക സമൂഹത്തെ മൂക്കുകുത്തിക്കുക മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരേ ഒരു ലക്ഷ്യം. ഇതിനുവേണ്ടി പാഠപുസ്തകങ്ങളെയോ തന്റെ പാർട്ടിയുടെ അധ്യാപക സംഘടനയോ യൂണിവേഴ്സിറ്റിയോ വാടക പ്രസംഗികരെയോ ദുരുപയോഗിക്കാനും അദ്ദേഹത്തിന് മടിയില്ല. സമ്മർദ്ദം, ഭീഷണി, പ്രതികാരം എം.എ. ബേബിയുടെ ഭാഷയാണിത്. കത്തോലിക്ക മാനേജ്മെന്റുകൾക്കെതിരെ വിവിധ കോടതികളിൽ കേസ് കൊടുക്കാൻ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ ചിലവഴിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതുപോലെ എം.എ. ബേബി LDF-ന് ഒരു ബാധ്യതയായിട്ടും ഷണ്ടത്വം മാന്യതയായി കൊണ്ടു നടക്കുന്ന ഘടകകക്ഷികൾ മിണ്ടാതിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗം മുഴുവൻ അലങ്കോലമാക്കിയ ഒരേ ഒരു പ്രതി ബേബിയാണെന്ന നിഗമനം അവതരിപ്പിച്ചാണ് വാർത്ത അവസാനിക്കുന്നത്. ആർ. രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.